നമസ്തേ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് മാടായിക്കാവ് എന്ന ഒരു ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന നല്ലവരായ സജ്ജനങ്ങളെ, വിശ്വാസം എന്ന ചാനലിലേക്ക് സാദര നമസ്കാരം. നമുക്ക് മാടായിക്കാവ് എന്ന ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെപ്പറ്റി പറയാം. മാടായിക്കാവ് ദേവീക്ഷേത്രമാണ്. അവിടെ കാളീഭാവത്തിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മയെ ആരാധിക്കുമ്പോൾ, അതായത് കാളിദാസൻ്റെ ആ കാളിയുടെ ദാസനായി മാറി നമ്മളെ അനുഗ്രഹിക്കുന്ന ആ ഭാവത്തിൽ അമ്മ ഇരിക്കുന്നത്. അപ്പോൾ സർവ്വ ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട്, ഭൂതപ്രേത പിശാചുക്കളെ അകറ്റിക്കൊണ്ട്, സർവ്വ അഭിഷ്ടപ്രദായിനിയായിട്ട് അമ്മ കാളീദേവി അവിടെ നമുക്ക് ദർശനം അരുളുന്നു. സർവാഭിഷ്ടങ്ങളും നൽകുന്ന ആ അമ്മയുടെ സമീപത്ത് ഉപദേവതകളായിട്ട് കുറേ ദേവീദേവന്മാരുണ്ട്. അതിൽ പ്രധാനിയാണ്, നമുക്കറിയാം, കാളീദേവിയുടെ ക്ഷേത്രത്തിൽ പ്രധാനിയായിട്ട് രുദ്രാണിയുണ്ട്, ഗണപതിയുണ്ട്. അവിടെ ഞാൻ എന്നും പറയുന്ന വാരാഹി ദേവി, വാരാഹി മൂർത്തിയുണ്ട്. ആ അമ്മ, അത് ചണ്ഡികാദേവിയുണ്ട്. അങ്ങനെ ഈ ഉപദേവതകളായിട്ട് ഒരുപാട് ദേവീദേവന്മാരുണ്ടെങ്കിലും നമുക്ക് വാരാഹി ദേവിയെയും അവിടെ പോയാൽ ആരാധിക്കണം. അവിടെ എല്ലാ ഉപദേവതകളെയും ഭജിക്കുന്ന പോലെ തന്നെ വാരാഹി മൂർത്തിക്ക് ഭയങ്കര ചൈതന്യമാണ് കൂടുതൽ. അപ്പോൾ കാളീഭാവത്തിലുള്ള അമ്മയെ തൊഴുന്ന പോലെ തന്നെയാണ് അവിടെ വാരാഹി ദേവിക്കും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി കാളീദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു തേങ്ങ അവിടെ തിരുമേനിക്ക് കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ തലയൊടിഞ്ഞിട്ട് അവിടെ മരസ്തംഭനം നീക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഒരു രൂപ നാണയം നിങ്ങൾക്ക് എത്രയും സമർപ്പിക്കാം അമ്പലത്തിൽ പോയാൽ. പക്ഷെ നമ്മളുടെ എന്താണ് വിഷയം അത് സംബന്ധിച്ച് ശത്രുക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ശത്രുബാധ ദോഷങ്ങളെ അകറ്റി അമ്മ പൂർണ്ണ ദീർഘായുസോടെ ഐരാരോഗ്യത്തോടെ നമ്മെ സംരക്ഷിക്കുന്നു. ആ ഭാവത്തിലാണ് അമ്മ അവിടെ ഇരിക്കുന്നത്. അവിടെ കോഴി, നെയ്യപ്പം, ചെറുപയർ, കടല, പായസം, ഇതൊക്കെ അവിടെ നമുക്ക് ഒരു ശത്രുബാധാദോഷങ്ങളെ അകറ്റാൻ ശത്രു സംഹാര പൂജ, അതുപോലെ തന്നെ ശക്തി പൂജ, ഇതൊക്കെ കഴിക്കുമ്പോൾ ഈ വഴിപാട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആ വഴിപാട് കിട്ടിയാൽ നമ്മളത് അതിൻ്റെ അകത്തുള്ള കുരുമുളകും മഞ്ഞളും ഇട്ടിട്ടാണ് അവിടെ ചിക്കൻ കറി വെക്കുന്നത്. അമ്മക്ക് സമർപ്പണം ചെയ്ത കോഴിയുടെ ഇതാണ് അവിടെ കറി വെക്കുന്നത്. അവിടെ നമ്മളെ ശത്രുക്കളെ ബാധാദോഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോഴീനെ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആ ആരാധനാമൂർത്തിയെ ആ അമ്മക്ക് സമർപ്പണം ചെയ്തതിന് ശേഷം അവിടെ അമ്മക്കിത് കറി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയാണ് നമുക്ക് നേദ്യമായിട്ട് തരുന്നത്. ആ നേദ്യം ദേവിക്ക് സമർപ്പണം നടത്തിയതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടുത്തെ പ്രത്യേകതയാണ്. അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളെ പല രീതിയിലും വീട്ടിൽ ഭൂമിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ വേണ്ടിയോ ശത്രുക്കൾ ഉണ്ടാവാം. അവർ നടത്തിയിരിക്കുന്ന ആ ദുഷ്പ്രവൃത്തികളെ അമ്മ, നമ്മൾ അവിടെ പോയിട്ട് മനസ്സുരുകയും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുക, വഴിപാട് നടത്തുക. പുറത്തെ ചുറ്റി പ്രദക്ഷിണം തീർച്ചയായും വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഉള്ളിൽ കയറി പ്രദക്ഷിണം വെക്കുക. 21 തവണയെങ്കിലും കുറഞ്ഞത് പ്രദക്ഷിണം വെക്കണം, അല്ലെങ്കിൽ 18 തവണയെങ്കിലും വെക്കണം. ഇങ്ങനെ ആരാധന നടത്തി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, കാളി നാരായണ, അമ്മേ നാരായണ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. ഈ മന്ത്രം കൊണ്ട് നമ്മൾ അമ്മയെ പ്രദക്ഷിണം വെച്ച്, ഇത്തരത്തിലുള്ള മന്ത്രമാണ് അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മൾ മനസ്സുരുകി അമ്മയെ വിളിക്കുമ്പോൾ അമ്മ മാതൃഭാവത്തിൽ വന്നിട്ട് കാളീദേവി സർവശത്രുക്കളെയും നിഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എല്ലാവിധ അഭിഷ്ടങ്ങളും അനുഗ്രഹങ്ങളും നൽകി നമ്മളുടെ സംരക്ഷണത്തിന് നമുക്ക് അമ്മ മുന്നിൽ തന്നെ എത്തും. അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുക. സർവ്വശത്രുക്കളില്ലാതെ ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. സർവ്വശത്രുക്കളില്ലാതെ സ്നേഹത്തോടും കാരുണ്യത്തോടും കഴിയാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.
എല്ലാവരും മാടായിക്കാവിലൊന്ന് പോവുക. അവിടെ കാണേണ്ട ക്ഷേത്രമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരണം. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ എന്നെ ശ്രവിച്ച എല്ലാ നല്ല ജനങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്താ സുഖിനോ ഭവന്തു.